നീറ്റ് ഹർജികൾ സുപ്രീം കോടതിയിൽ വാദം ആരംഭിച്ചിട്ടുണ്ട്. പുനഃപരീക്ഷ വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളാണ് പരിഗണിക്കുന്നത്. ഈ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം നീറ്റ് പരീക്ഷയിലെ വിദ്യാർത്ഥികളുടെ മാർക്കുകൾ NTA പ്രസിദ്ധീകരിച്ചിരുന്നു. 2 ഇടങ്ങളിൽ മാത്രമാണ് ക്രമക്കേടെന്ന കേന്ദ്ര സർക്കാരിൻ്റെ വാദം പൊളിക്കുന്നത് കൂടിയാണ്. നഗരവും കേന്ദ്രവും ഒക്കെ തിരിച്ചുള്ള മാർക്കുകളുടെ പട്ടിക ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജികളിൽ വാദം കേൾക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങളുമായി സിബി ജോസഫ് കൂടി ചേരുകയാണ്. സിബി, ഈ പുനഃപരീക്ഷ നടത്തണമെന്നത് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഏകോപിപ്പിച്ച് നൽകാനൊക്കെ കോടതി നേരത്തെ ഇതിൻ്റെ വാദം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. ഇത് പ്രകാരമാണ് ഇപ്പോൾ കേസ് പുരോഗമിക്കുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ കോടതിയിലെ വിവരങ്ങൾ? ജിംഷാദ്, ഈ നീറ്റ് ഹർജികളിൽ പ്രധാനമായും 2 കാര്യങ്ങളിലാണ് ഇപ്പോൾ വാദം തുടരുന്നത്. ഒന്നാമതായി കേന്ദ്ര സർക്കാരും NDAയും അവകാശപ്പെട്ടത് ഇതൊരു വ്യാപകമായ ക്രമക്കേടല്ല, ഒറ്റപ്പെട്ട സംഭവമാണ്. ജാർഖണ്ഡിലും ബീഹാറിലും മാത്രമാണ് ഈ ക്രമക്കേട് നടന്നെന്നുള്ളതായിരുന്നു. മറ്റൊന്ന് കേന്ദ്ര സർക്കാർ ഉന്നയിച്ചത് ഈ മെയ് 5-ാം തീയതി പരീക്ഷ നടക്കുന്ന മെയ് 5-ാം തീയതി രാവിലെയാണ് ഈ ഒരു ചോദ്യപേപ്പർ ചോർന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളിലേക്ക് ഈ പേപ്പർ എത്തുകയും അവർക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ മനഃപ്പാഠമാക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും ഈ മാർക്കുകൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര NDA പുറത്തുവിട്ടപ്പോൾ സ്വാഭാവികമായും ഇതിനെല്ലാം തന്നെയും കണ്ടിക്കുന്ന അല്ലെങ്കിൽ ആ വാദങ്ങൾ പൊളിയുന്ന ആ ഒരു സംഭവവികാസങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒന്നാമതായി ഇന്നിപ്പോൾ ഈ പുനഃപരീക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിക്കാർ പ്രധാനമായും ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം NDA ഈ മാർക്കുകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അവിടെ ഈ മാർക്കുകളുടെ വ്യതിയാനം നോക്കുമ്പോൾ അത് ബീഹാറിലും ജാർഖണ്ഡിലും മാത്രമല്ല ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾ കൂടി ഈ മാർക്കുകളിൽ അസ്വാഭാവികതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊന്ന്, ഈ പരീക്ഷാ പേപ്പർ ചോർന്നു എന്ന് പറയുന്ന സമയം അത് മെയ് 4-ന് മുൻപായി ചോർന്നു എന്ന് വ്യക്തമാക്കുന്നു. അതായത് ബീഹാറിലെ റിപ്പോർട്ടും കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ടും രണ്ടും രണ്ടാണ്. ഇവ തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. ഈ ബീഹാറിലെ പോലീസിന്റെ അവർ അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് ലഭിച്ച മൊഴി പ്രകാരം ഈ 4-ന് മുൻപ് തന്നെ ഈ ചോദ്യപേപ്പർ ചേർന്നു. അതായത് കുട്ടികൾക്ക് കൃത്യമായി പഠിക്കാനുള്ള മനഃപ്പാഠമാക്കാനുള്ള സമയം ലഭിച്ചു എന്ന് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വാദം പുരോഗമിക്കാൻ അദ്ദേഹം തന്നെ ചീഫ് ജസ്റ്റിസ് തന്നെ വ്യക്തമാക്കുന്നത് ഈ ചോദ്യപേപ്പർ പരീക്ഷാ ദിവസത്തിന് പുലർച്ചെ അല്ല, അതിന് മുൻപ് ഇതിന് 4-ാം തീയതിക്ക് മുൻപായി തന്നെ ചോദ്യപേപ്പർ കുട്ടികളിൽ കിട്ടിയിട്ടുണ്ട്. അവർക്ക് മനഃപ്പാഠമാക്കാൻ സമയം ഉണ്ടല്ലോ എന്നെല്ലാം നിലയും ഈ പ്രതികളുടെ മൊഴികൾ വായിച്ച ശേഷം ഇപ്പോൾ സുപ്രീം കോടതി വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും ഈ ബീഹാർ പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ പ്രതികളുടെ ഈ മൊഴികളെല്ലാം നിലയും കോടതി പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഈ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഇപ്പോൾ അന്വേഷണം വഴിമുട്ടിയിരിക്കുകയാണെന്നുള്ളൊരു കാര്യം കൂടി ഹർജിക്കാർ ഉന്നയിച്ചിരിക്കുന്നു. ഇപ്പോഴും ഇതിൽ വാദം തുറന്നുകൊണ്ടിരിക്കുകയാണ് ജിംഷാദ്. തീർച്ചയായും നീറ്റുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങളുടെ ഏറ്റവും പുതിയ ചിത്രം കൂടിയാണ് സിബി ജോസഫ് നൽകിയത്. എന്തായാലും ഹർജികളിൽ തുടർവാദം പുരോഗമിക്കുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് സിബി ജോസഫ് നൽകിയത്.